പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഈ മുദ്രാവാക്യം വിളിച്ച് ഫേമസ് ആയിട്ടുള്ളൊരു ചേച്ചിയില്ലേ, ചിന്താ ജെറോ. ആ ചേച്ചിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ആ ചേച്ചി 24 ചാനലിൽ കൊടുത്തൊരു ചെറിയൊരു അഭിമുഖം ഞാൻ കണ്ടു. കുറച്ച് ദിവസം കണ്ടിട്ട് നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായ ഒരു വിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുദ്രാവാക്യം വിളിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ശരിക്കും എന്താ അവിടെ സംഭവിച്ചത്? മിനിസ്റ്റർക്ക് നേരെ അക്രമം ഉണ്ടായ ദിവസം അന്ന് സ്റ്റേറ്റിലാകെ അത്തരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഡിവൈഎഫ്ഐയുടെ കൊല്ലം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രതിഷേധ പ്രകടനത്തിനകത്ത് ഞാൻ പങ്കെടുത്തു. അവിടെ ഉണ്ടായിരുന്ന സഖാക്കളെല്ലാം വളരെ വൈകാരികമായ ആ വിഷയം അറിഞ്ഞുടൻ തന്നെ ഒത്തുചേർന്നവരാണ്. പിന്നെ ഭയങ്കര വൈകാരികമായിട്ട് ആ ഒരു വിഷയത്തിൽ എന്തെങ്കിലും അവിടെ അവർ പറയുന്നതിനെ നമുക്ക് കേൾക്കാം. ജാഥയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ ആദ്യം കേട്ടപ്പോൾ തന്നെ നമ്മളത് വിലക്കുകയും, എന്റെ തൊട്ടടുത്ത് നമ്മുടെ ബ്ലോക്ക് സെക്രട്ടറി അഭിമന്യു ഉണ്ടായിരുന്നു. ഞാൻ അഭിമന്യുവിനോട് പറഞ്ഞു, അഭിമന്യു ബാക്കിൽ പോയി അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. മുദ്രാവാക്യം കേട്ടപ്പോൾ തന്നെ വിലക്കി എന്നാണ് ചിന്ത ചേച്ചി പറയുന്നത്. എന്താണ് ഇതൊക്കെ? ആൾക്കാരൊക്കെ കണ്ടതല്ലേ, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതിലെല്ലാം വലിയ വിമർശനമാണ്. ഞാൻ ഏറ്റു വിളിച്ചില്ല, കാരണം ക്ലിയർ ചെയ്തോട്ടെ, കാരണം ചിലപ്പോ ഇതെടുത്തു വെച്ച് ഇനിയിപ്പം ഇതാവും. കാരണം ഞാനിപ്പം വിളിച്ചില്ല എന്ന് പറഞ്ഞു, അപ്പൊ പിന്നെ അന്നേരം ഏറ്റു വിളിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. അത് ഞാൻ ഒന്നുകൂടെ ക്ലാരിറ്റിയിൽ അത് പറയാം. എന്തായാലും ക്ലാരിറ്റി വേണം, കാരണം നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടില്ല എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ആ ക്ലാരിറ്റി നമുക്കൊന്ന് കേട്ടു നോക്കാം. ആദ്യം ഓരോ മുദ്രാവാക്യം വിളികളും ഏറ്റു വിളിച്ചുകൊണ്ടാണ് വരുന്നത്. ഇത് കേട്ടപ്പോൾ ആദ്യത്തെ മുദ്രാവാക്യം വിളി കേട്ട ഘട്ടത്തിൽ തന്നെ അത് അടുത്തുള്ള നമ്മുടെ അഭിമന്യുവിനോട് പറയാം. അഭിപോയി അത് തിരുത്തുകയും ചെയ്തു. പിന്നീട് മനസ്സിലായില്ല ക്ലാരിറ്റി എന്താണ്, നിങ്ങൾക്ക് വല്ലതും മനസ്സിലായ? എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനത് ഏറ്റു വിളിച്ചിട്ടില്ല. അത് ആ വിഷ്വൽ മൊത്തത്തിൽ കാണുമ്പോൾ മനസ്സിലാവും. കാരണം അതല്ല നമ്മുടെ പൊളിറ്റിക്സ്. തീർച്ചയായും പൊളിറ്റിക്സ് ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ. ഇനി ഞാനത് വീണ്ടും വിളിച്ചത് എന്താണെന്നും ആ മുദ്രാവാക്യം വിളി എന്താണെന്നും ഞാൻ പുതിയതായിട്ട് ഞാൻ കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വിശകലനം ചെയ്യേണ്ടതും എന്താണ് ഇവർ പറഞ്ഞതെന്നും എന്താണ് ഇവർ ചെയ്യുന്നതെന്നും ഇവർ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തുന്നത്, ഇങ്ങനെയുള്ള നേതാക്കന്മാരും യുവജന നേതാക്കന്മാരൊക്കെ വിലയിരുത്തുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്.